ഇറാനുമായി കറന്റ് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ആന്ത്രോപിക്കിന്റെ ക്ലൗഡ് എ ഐ അമേരിക്ക യൂസ് ചെയ്തു എന്ന് പറയുന്ന ന്യൂസുകളെല്ലാം ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തിനായിരിക്കും അമേരിക്ക പോലെയുള്ള ഒരു രാജ്യം ക്ലൗഡ് എ ഐ പോലെയുള്ള ഒരു ടൂളിനെ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. ഒരു ഓട്ടോണമസ് വെപ്പൺ സിസ്റ്റം ആയിട്ടൊന്നല്ല കറന്റ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ബട്ട് ഡാറ്റ അനാലിസിസിനും അതുപോലെ തന്നെ ഈ ഒരു ടോട്ടൽ ഡിസിഷൻ മേക്കിങ്ങിന്റെ ലൂപ്പിലുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഇന്റലിജൻസ് ഡാറ്റ അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ സാറ്റലൈറ്റ് ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ ബാറ്റിൽ ഫീൽഡിൽ വരുന്ന മൾട്ടിപ്പിൾ സിനാരിയോസ് സിമുലേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ആന്ത്രോപിക്കിനെ അമേരിക്ക യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ 3 ദിവസം മുന്നെയാണ് ആന്ത്രോപിക്കിനെ ഡിഫൻസ് ഡീലിൽ നിന്നും ട്രംപ് ബാൻ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആന്ത്രോപിക് കുറച്ച് എത്തിക്കലായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു AI കമ്പനിയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ അവരുടെ AI യൂസേജിൽ കംപ്ലീറ്റ്ലി ഒരു ഗാർഡ് റെയിൽ അവരൊപ്പം സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒരു മാസ് സർവൈലൻസിലേക്കും അതുപോലെ തന്നെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഉപയോഗത്തിലേക്കും US ഗവൺമെന്റിന് ആന്ത്രോപിക്ക് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ട്രംപ് 3 ദിവസങ്ങൾക്ക് മുമ്പ് ആന്ത്രോപിക്കിനെ അവരുടെ ഡിഫൻസ് ഡീലിൽ നിന്ന് ബാൻ ചെയ്യുകയും അത് ഓപ്പൺ എഐക്ക് പിന്നീട് കൊടുക്കുന്ന രീതിയിലുള്ള ന്യൂസുകളൊക്കെ പുറത്തു വന്നിരുന്നു. ഈ ബാനിങ് കഴിഞ്ഞ 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് ഈ ഒരു ഇറാൻ വാറിന് വേണ്ടിയിട്ട് US ആന്ത്രോപിക്കിന്റെ ക്ലൗഡ് AI യൂസ് ചെയ്യുന്നത്. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മെഡ്യൂറയെ ഡീറ്റെയിൻ ചെയ്ത സമയത്തും പെന്റഗൺ ക്ലൗഡ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടും ഇതിന്റെ കൂടെ തന്നെ പുറത്തു വരുന്നുണ്ട്. ഈ വീഡിയോ ഒരിക്കലും ഒരു വാർ സപ്പോർട്ട് സ്റ്റോറി അല്ല, മറിച്ച് ഇന്നത്തെ മോഡേൺ വാർഫെയറിൽ AI ടൂളുകൾ എത്ര ഡീപ്പായിട്ട് എംബഡ് ആയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു സിഗ്നലാണ് US നമുക്ക് പുറത്തു വരുന്നത്. ഇനി കമ്മിങ് ഫ്യൂച്ചറിൽ മോഡേൺ വാർഫെയറിൽ ഇന്ന് ആയുധങ്ങളും സൈന്യവും എത്രത്തോളം പ്രധാനമാണോ അതുപോലെ തന്നെ AI ടൂളുകളും വെപ്പണൈസ് ചെയ്യപ്പെടും.